നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനൊരു ഗേൾസ് ട്രിപ്പിന് പോവാണ്. അപ്പൊ ഏതാ സ്ഥലം എന്ന് നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡോടെ വെയിറ്റ് ചെയ്യായിരിക്കും അല്ലെ? ഏതാ സ്ഥലം എന്ന് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി നീം ബോർഡ് കാണിച്ചു തരാന്നാ വിചാരിച്ചത്. പക്ഷെ എന്താ ചെയ്യാ, ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് നീം ബോർഡ് പാസ് ചെയ്ത് പോയി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണിച്ചു തരാം ഞാൻ ഏതാ സ്ഥലത്ത് പോന്നേന്നുള്ളത്. അപ്പൊ ബാംഗ്ലൂർ ഡേയ്സിൽ പറയുന്ന പോലെ നമ്മൂർ ബാംഗ്ലൂരിലാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ബാംഗ്ലൂരിൽ എത്തുമ്പോഴേക്ക് രാവിലെ ആയിരുന്നു. ട്രാഫിക്കിലെല്ലാം പെട്ട് കഴിഞ്ഞ കേട്ടോ, കുറച്ച് ലേറ്റ് ആയി പോയി. 8 മണിക്ക് മുമ്പേ എത്തേണ്ട ഞാൻ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ 10 മണി കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മളെ ഫ്ലാറ്റ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് എല്ലാവർക്കും ഒരു ഷോപ്പ് കൊടുത്തളയാം. ആക്ച്വലി ഞാൻ 8 മണിക്ക് എത്തുന്ന വെച്ചിട്ട് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തതൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ട്രാഫിക് ബ്ലോക്ക് കാരണം എത്താൻ ഇത്തിരി ലേറ്റ് ആയി പോയി. അപ്പൊ നമ്മൾ ഇതാ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഫ്രണ്ട്സിനെയും കണ്ടു കളയാം. അപ്പൊ അവര് ഞാൻ താഴെ എത്തിയത് അറിഞ്ഞതുകൊണ്ട് വീഡിയോ ഒക്കെ റെക്കോർഡിംഗ് വെച്ചിട്ടാ കേട്ടോ എന്നെ എൻട്രി, അതായത് ഡോറ് തുറന്നു തന്നത്. ഹലോ, ഹലോ, ചായയും കൂടി എടുക്കട്ടെ. അപ്പൊ 7 മണിക്ക് മുമ്പേ എത്തണ്ട ഞാൻ 8 മണി കഴിഞ്ഞും 10 മണി കഴിഞ്ഞിട്ടും എത്താൻ അവര് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ എണീക്കുമ്പോഴേക്കാണ് ഞാൻ എത്തിയത്. അപ്പൊ നമ്മളെല്ലാരും ഭക്ഷണവും പല്ലേപ്പും കുളിയും ഒക്കെ കഴിഞ്ഞ് ഒന്ന് റെഡി ആയിട്ട് നമ്മളിതാ പുറത്ത് കറങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാരും റെഡി ആയി കഴിഞ്ഞതിന് ശേഷം എല്ലാരും കൂടി ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് കേട്ടോ നമ്മള് പുറത്തേക്ക് ഇറങ്ങിയത്. ഇങ്ങനെ നമ്മള് അപ്പൊ നമ്മള് റെഡി ആയതിനു ശേഷം പുറത്തേക്ക് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാണ്. മോളിലേക്കാ പോകുന്നത്. ലുലു മോളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാബൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ ഇതാ ഒന്ന് ക്യാബിൽ കയറി സെറ്റിൽ ആയിട്ടുണ്ട്. നമ്മള് അവിടെ നിന്ന് ഒരു 15 to 20 മിനിറ്റ്സേ ഉള്ളൂ ലുലു മോളിലേക്ക്. പക്ഷേ ബാംഗ്ലൂരിലെ ട്രാഫിക് അറിയാലോ, എന്തായാലും നമ്മൾ എത്തുമ്പോൾ ഉച്ച കഴിയും എന്നുള്ള ഉറപ്പിച്ചിട്ടാണ് നമ്മൾ അതിനെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായത്. അപ്പൊ നമ്മള് ബാംഗ്ലൂർ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഗേൾസ് ട്രിപ്പ് അപ്പൊ ഫസ്റ്റ് ഡേ ഓഫ് ഗേൾസ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളെ തന്നെ ട്രോളി കൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ നടുക്ക് ഞാൻ നിങ്ങൾക്ക് ബാംഗ്ലൂർ സിറ്റിന്റെ ഒരു ചെറിയ വ്യൂവും കൂടി കാണിച്ചു തരാം. നമ്മൾ ബാംഗ്ലൂരിലെ ഫസ്റ്റ് ഡേ ആണ് ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ബാംഗ്ലൂർ സിറ്റിന്റെ ഭംഗി കൂടി ആസ്വദിച്ചിട്ട് മോളിലേക്ക് പോകാം. അതുപോലെ ഇതൊരു ഷോർട്ട് വീഡിയോ ആണെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, വേണ്ടിക്കൊരു ഇൻട്രോ വീഡിയോ എന്ന് പറയാം നമ്മളെ ഗേൾസ് ട്രിപ്പിന്റെ ബാംഗ്ലൂർ ഡേയ്സിന്റെ. അപ്പോ ബാക്കിയുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. 15 to 20 മിനിറ്റ്സിൽ എത്തേണ്ട ബാംഗ്ലൂർ ലുലു മോളിൽ നമ്മൾ എത്തിയത് 1.5 മണിക്കൂർ ഉണ്ട് കേട്ടോ. കാരണം ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടുത്തെ ട്രാഫിക്കിന്റെ കാര്യം. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാബിൽ നമ്മൾ 1.5 മണിക്കൂർ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ലുലു മോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. അതിന്റെ നടുക്ക് ആ ടൈം കൊണ്ട് നമ്മൾ കുറെ റീൽസ് ഒക്കെ കാർന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ലുലു മോളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഗേൾസ് ബാക്കിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു അടിപൊളി വാക്കോട് കൂടി അവരുടെ എൻട്രി ആണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ലൈനായിട്ട് വരുന്നുണ്ട്. അല്ല ഇപ്പൊ പാട്ടിട അഴകിയല്ല.
ഫസ്റ്റ് ഡേ ഓഫ് ബാംഗ്ലൂർ ട്രിപ്പ്, അതായത് ഗേൾസ് ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ലുലു മോളിലേക്കാണ്. ആദ്യം തന്നെ ലുലു മോൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കറക്കം തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കുറച്ച് എന്താ പറയാ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ അകത്തുനിന്ന് എടുത്തു. അതിനുശേഷം നമ്മൾ മോളൊന്ന് കറങ്ങാന്ന് വെച്ചു. മോള് കറങ്ങിയതിന് ശേഷം ഷോപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്നായിരുന്നു പ്ലാൻ ഉണ്ടായത്. അപ്പൊ നമ്മൾ മോള് ഒന്ന് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ നമ്മൾ അൺപ്ലാൻഡ് ആയിട്ടാകുമ്പോൾ നന്നായി കോർഡിനേറ്റ് ചെയ്യും എന്ന് പറയാറില്ലേ, അതുപോലെയായിരുന്നു നമ്മളെ ഡ്രസ്സിന്റെ കാര്യത്തിലും ഉണ്ടായത്. കാരണം നമ്മൾ ആരും പ്ലാൻ ചെയ്യാണ്ട് നമ്മൾ എല്ലാവരും ഡ്രസ്സപ്പ് ചെയ്ത് വന്നപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലൂ ഒരു കോമ്പിനേഷനിലാണ് എല്ലാവരും ഉണ്ടായത്. ഡിഫറെന്റ് ഡ്രസ്സസിൽ വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലാണ് നമ്മൾ എല്ലാവരും ഇന്നുള്ളത്. പിന്നെ ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയോണ്ട് നമ്മൾ വിചാരിച്ചു ആദ്യം ഫുഡ് അടിച്ചതിന് ശേഷം ഷോപ്സിലൊക്കെ കയറിയിട്ടൊന്ന് പർച്ചേസിങ്ങും ബാക്കിയുള്ള ഷോപ്പിംഗ് പരിപാടീസും ഒക്കെ നോക്കാന്ന്. അപ്പൊ നമ്മൾ ഇതാ ഫുഡും തപ്പിക്കൊണ്ട് നടക്കുകയാണ്. ആദ്യം ഒരു റെസ്റ്റോറന്റിൽ കയറാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. നമ്മളത് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് അവിടുന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കാന്നുള്ള പ്ലാനായി. പിന്നെ അപ്പൊ അവിടെ എത്തിയപ്പോ തന്നെ ഐസ്ക്രീമിന്റെ കണ്ടപ്പോ തന്നെ എല്ലാരും പറഞ്ഞു എന്നാ പിന്നെ ഐസ്ക്രീം കഴിച്ചിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോകാന്ന്. അപ്പൊ എല്ലാവർക്കും ഐസ്ക്രീം വേണം, പക്ഷെ ആർക്കും വാങ്ങാൻ റെഡിയല്ല. ലാസ്റ്റ് ഞാൻ തന്നെ തീരുമാനിച്ചു ഞാൻ വാങ്ങിക്കളയാന്ന്. അങ്ങനെ ഇതാ ഐസ്ക്രീം ബോയോട് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി കളിക്കാൻ പോവുകയാണ്. പൊതുവെ ഈ ഗെയിമില് 1-2 പ്രാവശ്യം കളിപ്പിച്ചിട്ട് പിന്നെ ഐസ്ക്രീം കൊടുക്കുക കേട്ടോ ചെയ്യാറ്. പക്ഷെ എന്റെ കാര്യത്തിൽ എന്താണെന്ന് അറിയില്ല, 1-2 പ്രാവശ്യമല്ല, ഒരു 5-6 പ്രാവശ്യമായി അയാൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കളിപ്പിച്ചിട്ടും അയാൾക്ക് മതിയായിട്ടില്ല തോന്നുന്നു. ഞാൻ അതങ്ങ് നിന്ന് കൊടുക്കുകയും ചെയ്തു. ശരി എന്നാ നിങ്ങൾ എപ്പാ തരാമോന്ന് അന്നേരം വാങ്ങിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഈ ടർക്കിഷ് ഐസ്ക്രീം ഗെയിം ഇഷ്ടമാണെങ്കിൽ കമന്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ആയിട്ടും ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ഇതുപോലത്തെ വ്ളോഗിങ് വീഡിയോസിന്റെ താല്പര്യം ഉണ്ടെങ്കിലും കമന്റിൽ പറയണേ. അതുപോലെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് വരുള്ളൂ. ഇനി ബാംഗ്ലൂർ ഡേയ്സിന്റെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കുറെ കളിപ്പിച്ച് ഐസ്ക്രീം തന്നത് തന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ, കാരണം അയാൾക്ക് മതിയായിരുന്നു എന്നെ കളിപ്പിച്ചത്. പക്ഷെ എന്നിട്ടും ലാസ്റ്റ് മൊമെന്റ് അയാൾ വീണ്ടും പറ്റിച്ചു എന്നെ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നതാണ്. നോക്കിയിട്ട് എന്നെ പിന്നെയും പറ്റിച്ചു. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ഗെയിമും വേണ്ട ഒന്നും വേണ്ട, ഞാൻ വാങ്ങിയ ഐസ്ക്രീം എനിക്ക് തന്നേക്കുമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ ഐസ്ക്രീമും വാങ്ങിയിട്ട് ഞാൻ പോയി. അതും തരാൻ വേണ്ടിട്ട് അയാൾ കുറെ കളിപ്പിച്ചു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് അവിടുന്ന് ഐസ്ക്രീം വാങ്ങിയിട്ട് നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് നടന്നു. അപ്പൊ ഫുഡ് കോർട്ടിലെത്തിയപ്പോ എല്ലാവരും അവരവരെ ചോയ്സ് പറഞ്ഞു എന്താ കഴിക്കുന്നത്. ലാസ്റ്റ് എല്ലാവരും കൂടി ഫൈനലായിട്ട് മെഗ്ഡിയിൽ പോകാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ മെഗ്ഡിയിൽ പോയിട്ട് ഓർഡർ ചെയ്തു എന്തൊക്കെയാ ആരൊക്കെയാ കഴിക്കുന്നതെന്നുള്ളത്, അതായത് എന്തൊക്കെ ആർക്കൊക്കെയാ വേണ്ടതെന്നുള്ളത് ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ എല്ലാവരും ബർഗർ ഓർഡർ ചെയ്തതിനു ശേഷം നമ്മളൊരു ടേബിൾ കണ്ടുപിടിച്ചു. ടേബിളിൽ പോയി ഇരുന്ന് സെറ്റിലായി. ഇനി നമുക്ക് പോയിട്ട് രണ്ടാൾ പോയിട്ട് ഓർഡർ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയിട്ട് ഓർഡർ എടുത്തിട്ട് വരിക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ കഴിക്കുന്നതെന്നുള്ളത് ഞാൻ വീഡിയോ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ മെഗ്ഡി ഇവിടെ വന്നിട്ടുണ്ട്. സാനിയും ഏഞ്ചലും ആണ് പോയിട്ടുള്ളത് നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെല്ലാവരും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബർഗേഴ്സാ പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞത് മഹാരാജയായിരുന്നു. അപ്പൊ മഹാരാജ വിത്ത് കോഫി ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ 2 കൂൾ ഡ്രിങ്ക്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഒരാൾ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്, തണുത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ ഷോപ്പിംഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ സ്പീഡപ്പ് ആയിട്ടാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ളത് വിശേഷം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. നമ്മൾ ഈ ഫുഡ് അടിക്കുന്ന ടൈമിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കമ്മിങ് സൂൺ ആണ്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്.
കഴിച്ചു കഴിഞ്ഞ സെറ്റിലായതിനു ശേഷം എല്ലാവരും കൂടി ചോദിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു എവിടത്തേക്കാണ് ഫസ്റ്റ് കയറി ഏത് ഷോപ്പിൽ കയറുക എന്നുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചോ എന്തായാലും സുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലുലു മോളിൽ. അപ്പൊ സുഡിയോയിലൊന്ന് കയറി കളയാം, കാരണം ബാംഗ്ലൂരിലെ സുഡിയും കൂടി നമുക്ക് കാണണമല്ലോ അവിടുത്തെ കളക്ഷൻ ഒക്കെ. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ സുഡിയോയിൽ കയറിയതിനു ശേഷം നമ്മളെ ഷോപ്പിംഗ് ഉദ്ഘാടനം തുടങ്ങിക്കളയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതാ സുഡിയോയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ കാണുന്നതാണ് നമ്മുടെ സുഡിയോ. അപ്പൊ നമുക്ക് സുഡിയോന്റെ അകത്തേക്ക് പോകാം. ഇതാണ് നമ്മളെ ബാംഗ്ലൂരിലെ സുഡിയോ. എനിക്ക് തോന്നുന്നു ഇവിടെ കളക്ഷൻസ് ഒക്കെ വളരെ കുറവായ പോലെ എനിക്ക് തോന്നി കേട്ടോ. കാരണം അക്കണക്കിന് നമ്മളെ ചെന്നൈയിലൊക്കെ അടിപൊളി കളക്ഷൻസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് സുഡിയോയിൽ. ഇവിടെ വളരെ കുറവുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം നമ്മൾ വെസ്റ്റ് സൈഡിലും കൂടി കയറി. വെസ്റ്റ് സൈഡിലും കൂടി കയറിയതിനു ശേഷം നമ്മൾ പിന്നെ അവിടുന്ന് കുറച്ച് റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസ് ഒക്കെ എടുത്ത് അപ്പോഴേക്ക് പുറത്ത് നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 6 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നൈറ്റ് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രോഗ്രാം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വീഡിയോ വരെ കാത്തിരിക്കണേ. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ എന്ന് മാത്രം കൂട്ടിയാൽ മതി ഗേൾസ് ട്രിപ്പിന്റെ, അത് ബാംഗ്ലൂർ ഡേയ്സിന്റെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മളെ ട്രിപ്പിന്റെ ഫുൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എല്ലാ വീഡിയോസ് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വൈൻഡപ്പ് ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, അത് കേട്ടാലേ നമുക്ക്. അപ്പൊ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. So we are signing off. Stay tuned until we come with the next video. Bye bye. അപ്പൊ ഈ വൈൻഡപ്പ് പറഞ്ഞതും ഒരു വ്ളോഗർ തന്നെ കേട്ടോ. അവളെ ചാനലിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിന്റെ തന്നെ നോക്ക്, വേറെ സെയിം ആണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് കാണുക. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിന്റെ ഇനിയുള്ള വീഡിയോസിന്റെ വെയിറ്റ് ചെയ്യൂ. ബൈ ബൈ.